ഹേ ഗൈസ്, ഇന്നപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാളഹസ്തീശ്വരൻ അമ്പലത്തിലേക്കാണ്. കാളഹസ്തിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രാഹു കേതു പൂജയുണ്ട്. അപ്പോൾ ഇത്രയും നാളത്തെ എൻ്റെ കഷ്ടപ്പാടുകൾക്ക് ഞാൻ ഈ പറയുന്ന ഒന്നും കേട്ടില്ലേ കോമഡി ആയിരിക്കും അല്ലേ? കോമഡി ഒന്നുമല്ല, ഞാനേ വോയിസ് ഓവർ അങ്ങോട്ട്. എടാ അതല്ലേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത് ഈ മ്യൂട്ട് വോയിസ് ഓവർ ചെയ്തില്ലേ? സിസ്റ്റം കൊള്ളാം, പ്രത്യേകിച്ച് പ്രീമിയർ. ഓപ്പ്. ഒരു മിനിറ്റേ, ഞാൻ എൻ്റെ തന്നെ ശബ്ദം ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട്. ഹലോ, ഓക്കെ, എൻ്റെ തന്നെ ശബ്ദം കേൾക്കണം. അപ്പോൾ കാളഹസ്തിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ശ്രീകാളഹസ്തി ശരിക്കും 3 പേരാണ്. ശ്രീ അതായത് പാമ്പ്, കാള അല്ല ശ്രീ സ്പൈഡർ, കാല സ്നേക്ക്, ഹസ്തി എലിഫന്റ്. ശരിക്കും ഇവരുടെ 3 പേരിൽ കുറേ ബാക്ക് സ്റ്റോറിയൊക്കെ ഉണ്ട്, ഹിസ്റ്റോറിക്കൽ സ്റ്റോറിയൊക്കെ ഉണ്ട്. പിന്നെ ഈ കണ്ണപ്പ മൂവിയില്ലേ, കണ്ണപ്പ മൂവിയിലെ പുള്ളിക്കാരനും ഇതിൽ ഭയങ്കര സിഗ്നിഫിക്കൻസ് ഉണ്ട്. കാരണം ഇവിടെ ഉള്ള ശിവന്റെ പ്രതിഷ്ഠയാണ്. അപ്പോൾ ശിവലിംഗത്തിൻ്റെ കണ്ണിൽ നിന്ന് ചോര വരുന്നത് കണ്ടപ്പോഴത്തേക്ക് ഈ കണ്ണപ്പ എന്ന് പറഞ്ഞു, ശിവഭഗവാൻ ഹേർട്ടായിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണ് ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സ്റ്റോറീസ് ഉണ്ട് ഇതിൽ. ശരിക്കും ഈ കണ്ണപ്പയുടെ സ്റ്റോറി കാരണമാണ് കുറച്ചുകൂടെ. പിന്നെ കണ്ണപ്പ എന്നുള്ള പേരില്ലേ, അതെങ്ങനെയാ വന്നേ? കണ്ണപ്പ, കണ്ണ് കൊടുത്ത ആള്, അങ്ങനെ. പക്ഷെ കൊടുത്തില്ല കേട്ടോ. ഇത് കണ്ട് ഇമ്പ്രസ് ആയിട്ട് ഭഗവാൻ എന്തൊക്കെയോ മോക്ഷം കൊടുത്തെന്ന് തോന്നുന്നു പുള്ളിക്ക്. പിന്നെ ഇവിടെ ഈ പഞ്ചഭൂതങ്ങളുണ്ട്. ഇവിടെ പഞ്ചഭൂതങ്ങളും പ്രതിഷ്ഠയുണ്ട്. വേറെ ഇത് ചോള സമയത്ത്, ചോള ഡൈനാസ്റ്റി ഉള്ള സമയത്ത് ഉള്ള കുറേ ഇങ്ങനത്തെ ഈ ഇതില്ലേ, ഇൻസ്ക്രിപ്ഷൻ എന്തോ പറയുന്നത്, ഇങ്ങനെ ഈ ഇങ്ങനെ എഴുതിയൊക്കെ ഇടത്തില്ലേ, അതിൽ ഈ ടെമ്പിൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയ്ക്ക് പുരാതനമായിട്ടുള്ള സംഭവം. അപ്പം ഇവിടെ ഞാൻ മെയിനായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ രാഹു കേതു പൂജ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ രാഹു കേതു പൂജ ചെയ്യുമ്പോൾ നമ്മുടെ കാർമിക് സൈക്കിളിനെ റീസെറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് വിശ്വാസം. അപ്പോൾ നമുക്ക് പല ജന്മങ്ങളുണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓരോ ജന്മത്തിൽ അനുഭവിക്കുന്നത് ശരിക്കും നമ്മുടെ പ്രീവിയസ് ലൈഫിൽ നമ്മൾ ചെയ്ത ഓരോ പ്രശ്നങ്ങളുടെയോ പ്രാക്ക് കിട്ടിയതിൻ്റെയോ നമ്മൾ ചെയ്ത ബാഡ് കർമാസിൻ്റെയോ ഫലമായിട്ടാണെന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ എന്ന് വെച്ചാൽ ഇത് ഈ കഷ്ടപ്പാടുകൾ, ഈ ബാഡ് ലക്കും ഒന്നും ശരിയാവാത്ത ഒരു ഇതില്ലേ. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇനി ഇത് കാർമിക് സൈക്കിൾ റീസെറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഫ്രഷ് സ്റ്റാർട്ട് കിട്ടുമല്ലോ. അപ്പം ആ ഗോളിലാണ് ഞാൻ ശരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ പൂജ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കാർമിക് സൈക്കിൾ റീസെറ്റ് ആവും. ഇതാണ് അമ്പലം. ചെരുപ്പ് ഞാൻ ഇത്തവണ വണ്ടിയുടെ അടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്തവണ ചെരുപ്പ് കളയാൻ പാടില്ല. ഇത് എടുക്കാവോ എൻ്റെ അകത്ത്? ടിക്കറ്റ് ആളുണ്ട്.
on guys. Hello, hello, hello. Hello. POV 100% വ്യൂ ആണ് കേൾക്കാവോ ഒന്ന് ഇത്തവണ. അങ്ങനെ രാഹു കേതു പൂജ കഴിഞ്ഞിരിക്കുകയാണ്. ശുഭമായിരിക്കുകയാണ്. അടിപൊളിയാണ്. ഈ ഭാഗ്യദോഷം എല്ലാം മാറാൻ പോവുകയാണ്. ഇനി मैं मजा था. മൈക്ക് പ്ലേസ്മെന്റ് പക്ക. ഇനിയും കാറ്റും വരത്തില്ല, ഒന്നും വരത്തില്ല. സൂപ്പർ വൈഡ് ആക്കിയാൽ കുറച്ചുകൂടെ കിടിലാവുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ചെയ്താലോ? സൂപ്പർ വ്യൂ. ഒരു 360 ക്യാമറ ആയിരുന്നെങ്കിൽ ഇപ്പോൾ വേൾഡ് വ്യൂ കാണാൻ. രാഹു കേതു സിമ്പിളായിരുന്നു. 500 തൊട്ട് 5000 വരെ ടിക്കറ്റ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ 1500 2500 ഉണ്ട്. അപ്പോൾ ഏതെടുക്കുന്നോ അത് ലൊക്കേഷൻ മാത്രമേ ചേഞ്ച് ചെയ്തുള്ളൂ. പ്രോസസ്സെല്ലാം സെയിമാണ്, എഫക്റ്റും സെയിമാണ്, ലൊക്കേഷൻ മാത്രം മാറിക്കൊണ്ടിരിക്കും. ഞാൻ 1500-ൻ്റെ എടുത്തു. 1500-ൻ്റെ ഇത് ശരിക്കും പറഞ്ഞാൽ 2500-നെക്കാട്ടി നല്ല ലൊക്കേഷൻ. കാരണം അത് ഒരു എയർ കണ്ടീഷൻഡ് റൂമായിരുന്നു. 5000-ന് ആകെയുള്ളൊരു ഗുണം എൻ്റെ സെപ്പറേറ്റ് ക്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് രാഹു കേതുവിൻ്റെ 2 സിംബോളിക്കായിട്ടുള്ള ഒരു നാഗത്തിൻ്റെ, ശരിക്കും രാഹു കേതു നാഗമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പ്ലാനറ്റ്സ് ആണ്. അപ്പോൾ നാഗമായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ദൈവൻ്റെ വിവരക്കേട് എല്ലാവരും അറിയുമല്ലോ, മിസ്ഇൻഫോംഡ് ആണെന്ന് ആവും. എന്നിട്ട് ഇത് രണ്ടും പൂജയൊക്കെ കഴിഞ്ഞ് കുറേ സംഭവം ഉണ്ട്. അതൊക്കെ നിങ്ങൾ യൂട്യൂബിൽ വേറെ ആരെങ്കിലും നോക്കി കണ്ടോ? ഞാനൊന്നും എടുത്തില്ല. കാരണം അകത്ത് ഫോൺ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. കൊണ്ടുപോകുന്നവരെല്ലാം പോക്കറ്റ് ഇട്ടങ്ങ് എടുത്തുകൊണ്ട് പോകുന്നത്. പക്ഷേ അങ്ങനെ കൊണ്ടുപോയി കൂടാ. അവിടെ ഫോണൊക്കെ ഉപയോഗിക്കുന്നൊരു ചീത്തയൊക്കെ വിളിച്ചായിരുന്നു. എന്നിട്ട്
രാഹുക്കതല്ലേ അതിൻ്റെ ഒരു പൂജയൊക്കെ കഴിഞ്ഞ് കുറേ സംഭവമൊക്കെ ചെയ്ത് നമ്മൾ കുറേ മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് പിന്നെ ഈ 2 ഇതില്ലേ നാഗം അതിനെ എടുത്ത് അകത്ത് അമ്പലത്തിൽ പോയി അവിടെ മറ്റേ ഹുണ്ടിന്ന് വെച്ചാൽ ഈ ഭണ്ഡാരപ്പെട്ടി പോലത്തെ ഒരു പെട്ടിയുണ്ട്, അതിൻ്റെ അകത്ത് കൊണ്ടുപോയി ഇത് ഇടണം, തലയിൽ ഒരു 3 തവണ കുഴിഞ്ഞിട്ട് അങ്ങനെ കംപ്ലീറ്റ്. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, നിങ്ങൾ ഇതിൻ്റെ ഈ പൂജ കഴിഞ്ഞതിന് ശേഷം വേറെ അമ്പലത്തിൽ പോകാൻ പാടില്ല. എത്ര നാളത്തേക്കാണെന്ന് എനിക്കറിയത്തില്ല. ഡയറക്റ്റ് വീട്ടിൽ പൊക്കോണമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഡയറക്റ്റ് വീട്ടിൽ പോവാ ഇപ്പോൾ. ഇത് ചരിഞ്ഞാണോ ഇരിക്കുന്നത്? കുഴപ്പമില്ല. ആക്റ്റീവ നല്ലതാണ്, ഗിയർ ചേഞ്ച് ചെയ്യണല്ലോ. ചുമ്മാ ഒറ്റ ഇങ്ങനത്തെ റോഡൊക്കെ കിട്ടുകയാണെങ്കിൽ ഒറ്റ രീതിന് പോയാൽ മതി. ഇല്ലെങ്കിൽ ബൈക്കാണെങ്കിൽ ഇങ്ങനെ ഗിയർ ചേഞ്ച് ചെയ്യുക. ബൈക്കാണെങ്കിൽ ടോപ്പ് ഗിയറിൽ പോയാൽ, പക്ഷെ ബൈക്കിനെക്കാട്ടി മൈലേജ് കുറവാണ് ഇതിന്. ഈ വിശക്കുന്നു, അതാണ് ഒളറില്ല. പക്ഷെ ഒളറ് കിച്ചിൻ്റെ എന്ന് പറയും. ഈ വിശക്കുന്ന ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല ഇന്നത്തെ ദിവസം, വെള്ളം കുടിച്ചില്ല. രാവിലെ എണീറ്റു, കാര്യകർമ്മങ്ങൾ കഴിഞ്ഞ് കുളിച്ച്, അല്ല ഇപ്പോൾ കുളിയും കാര്യകർമ്മവും 2 സെയിം അല്ലേ. രാവിലെ എണീറ്റു, കാര്യകർമ്മങ്ങളൊക്കെ ചെയ്തു, വണ്ടി എടുത്തു, വന്നു, കുളിച്ചു കേട്ടോ. എന്നിട്ട് പുതിയ ഡ്രസ്സ്, നനച്ച ഡ്രസ്സൊക്കെ എടുത്ത് ഇട്ടിട്ടാണ് വന്നത്. എന്നിട്ട് ഒരു 1 മണിക്കൂറൊക്കെ ഉള്ളൂ അവിടെ നിന്ന് വരാനായിട്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്തുവാ, എനിക്കൊന്നും ചിന്തിക്കാൻ പോലും എനിക്ക് വിശക്കുന്നു. എനിക്കെന്തെങ്കിലും ദാഹിക്കുന്നു, കുടിക്കാൻ എന്തെങ്കിലും വേണം. ഇപ്പോൾ ഒരു സോഡാ നാരങ്ങ വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. ഇവിടെ പക്ഷെ സോഡാ നാരങ്ങ വെള്ളം ഇല്ല കേട്ടോ. ഇവരുടെ അടുത്ത് ലെമൺ സോഡ എന്ന് പറഞ്ഞ് ഇവരൊരു വൃത്തികെട്ട കുപ്പിയിലെ ഒരു സാധനം, എനിക്കിഷ്ടമല്ല. നമ്മുടെ നാട്ടിലെ ലെമൺ സോഡ അല്ല, ഇവരുടെ ഒരു ലെമൺ സോഡ വൃത്തികെട്ട ഏതോ ഓടയിലെ വെള്ളമെന്ന് ഭഗവാനത്. എന്നിട്ടാണെങ്കിൽ ഒരു രസവും ഇല്ല കുടിക്കാൻ. ഒരു നാരങ്ങ വെള്ളം ചോദിച്ച് ഞാൻ ഒരു കടയിലെടുത്ത് അയാളെ എക്സ്പ്ലെയിൻ ചെയ്തെടുത്തു, ചേട്ടാ നാരങ്ങ പിഴിഞ്ഞ് സോഡ ഇട്ട് ഉപ്പിട്ട് താന്ന്. അപ്പോഴെനിക്ക് അയാൾ സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. അല്ലെങ്കിൽ ഇവർ നാരങ്ങകളല്ലാതെ വെറും നാരങ്ങയും വെള്ളവും പഞ്ചാര ഇട്ട് തരും. നമ്മളെ നാട്ടിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റേ ഇല്ല. ബോഞ്ചി വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ഉണ്ടാക്കി അപ്പം കൈ തന്നത്. എനിക്ക് നറുതിൻ്റെ ഒഴിക്കുന്നത് ഇഷ്ടമല്ല, വൃത്തികെട്ട സാധനം. നറുതിൻ്റെ ഒരു വൃത്തികെട്ട ടേസ്റ്റ്. എങ്ങനെയാണോ എന്തോ അത് ആൾക്കാർ എൻജോയ് ചെയ്യുന്നത്. അതൊക്കെ ടേസ്റ്റി എന്ന് പറയുന്നവരാണ് ഈ മോച്ച ടേസ്റ്റി എന്ന് പറയുന്നത്. പക്ഷേ മോച്ച അല്ലല്ലോ, മാച്ച അവോക്കാഡോ പക്ഷെ ടേസ്റ്റ് കേട്ടോ. അതിന് ടേസ്റ്റ് ഇല്ല, പക്ഷേ അതിനൊരു പ്രത്യേക ഒരു കരിക്കിൻ്റെ തോടിൻ്റെ ടേസ്റ്റാണ് അവോക്കാഡോ. പക്ഷെ മാച്ച ശരിക്കും മണ്ണ് പുല്ല് ചെത്തി അരച്ച് കുടിച്ചെങ്കിൽ ആ ടേസ്റ്റാണ് മാച്ച. എങ്ങനെയാണോ അത് ആൾക്കാർ എൻജോയ് ചെയ്യുന്നത്. ഇതൊക്കെ ഈ കൊള്ളാന്ന് പറയുന്ന ആൾക്കാരെ ഉണ്ടല്ലോ, അവരോട് സംസാരിക്കാനൊന്നും അവർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. പിന്നെ ഇത്ര വൃത്തിയുടെ ടേസ്റ്റുള്ള മനുഷ്യരുടെ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ എന്തൊരു വൃത്തിയുടെ, എനിക്കിഷ്ടമേ അല്ല. എന്നെക്കാട്ടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ആരെയും എനിക്ക് ഇഷ്ടമല്ല. ഇതാണ് റേസിസം എന്ന് പറയുന്നത്. എല്ലാവരുടെ ഉള്ളിലും ഒരു റേസിസ്റ്റ് ഒളിച്ചു കിടപ്പുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ. എന്നുവെച്ചാൽ അങ്ങനത്തെ കളർ ബേസ്ഡ് റേസിസം അല്ല, വേറെ. ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യും കേട്ടോ. കട്ട് ചല്ലാപ്പല്ലേ പല്ലേച്ചല്ലേ. സുഖമായുള്ള റോഡിലെ ട്രാഫിക് വല്ലതൊന്നുമില്ല, സുഖമായിട്ട് അങ്ങ് പോവാം.
40 പിടിച്ചാണ് പോകുന്നത്, മാക്സിമം എക്കോണമി. അത് ലാൻഡിങ് ഗിയർ വെളിയിട്ടേക്കാണുള്ളത്. ശരി, ലോങ് റൈഡൊക്കെ പോകുന്നവരെ സമ്മതിക്കണം. കാരണം ഈ വണ്ടിയുടെ എൻജിൻ്റെ സൗണ്ട് തന്നെ കേട്ട് 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 മടുക്കത്തില്ല മനുഷ്യന്. അല്ലെങ്കിൽ വല്ല സേന വല്ലോ ഇൻസ്റ്റാൾ ചെയ്ത് വേറൊരാൾ കൂടെ ഒന്ന് സംസാരിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഓക്കെ. അല്ലാതെ ഈ സോളോ റൈഡൊക്കെ അടിക്കുന്ന ഈ വ്ളോഗേഴ്സും അവരെവരെയൊക്കെ സമ്മതിക്കണം. അവരുടെ ആ സ്റ്റാമിന, വിൽ പവർ. ഇത് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് അതൊരു പ്രത്യേക കഴിവ് തന്നെടേ. എനിക്ക് പിന്നെ കുഴപ്പമില്ല, ഞാൻ സ്ഥിരം ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നതുകൊണ്ട് മനസ്സിൽ പറയുന്ന വായി പറയണമെന്നേ ഉള്ളൂ. ഇങ്ങനെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇന്നലെ ഷസാമിൻ്റെ ഐഫോണിൻ്റെ വീഡിയോ കണ്ടേ. അതിൽ ഷസാം പറയുന്നത് കേട്ട് ഐഫോൺ എയർ അവൻ ഒരിക്കലും ഈ ചാനലിൽ കൊണ്ടുവരില്ല, കാരണം അതെൻ്റെ എത്തിക്സിന് എതിരെയാണ്. പറയുന്ന കേട്ടാൽ തോന്നുന്നു ഈ ഷസാം തന്നെ കൊള്ളാം എന്ന് പറയുന്ന ഈ ഊച്ചാളി ഫോൺ എങ്ങനെ ഒരു 2 മാസം നല്ലതായിട്ടിരിക്കുന്ന ചൈനീസ് ബുൾഷിറ്റ് വൃത്തികെട്ട ഫോണുകൾ ആണ് ഐഫോണിനെക്കാട്ടി ഫീച്ചർ റിച്ച് എന്നല്ലേ ഞാൻ പറയാം. ഞാൻ ഒരു ലൈഫ് ലോങ് ആൻഡ്രോയിഡ് യൂസറും ആൻഡ്രോയിഡ് ഫാൻ ബോയ്. ഞാൻ ആൻഡ്രോയിഡിനെ അനുകൂലിച്ചേ സംസാരിച്ചുള്ളൂ. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചറിയാം. എൻ്റെ ഫ്രണ്ട്സിനെ നിങ്ങൾക്കറിയാം ചോദിക്കാൻ. എന്നിട്ട് ഞാൻ ഒരു ദിവസം എനിക്ക് ഐഫോൺ വേണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ഐഫോൺ വാങ്ങിക്കഴിഞ്ഞ് ആദ്യത്തെ 1 മാസം എനിക്ക് ഭയങ്കരമായ പ്രശ്നങ്ങൾ. ഈ എൻ്റെ വാട്സാപ്പ് ചാറ്റ് പോകുന്നു, ചാറ്റൊക്കെ കിട്ടി, പക്ഷേ അതിൻ്റെ ബാക്കപ്പ് ഐക്ലൗഡിലോട്ടാണ്. അപ്പോൾ അതാ പോകുന്നു. എനിക്കാണെങ്കിൽ പല മോഡ് ആപ്പും ഉപയോഗിക്കാൻ പറ്റുന്നു. ഞാൻ പല മ്യൂസിക് ആപ്പൊക്കെ എൻ്റെ മോഡഡായിരുന്നു, അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. യൂട്യൂബ് മോഡഡായിരുന്നു, അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ മോഡ് സാധനങ്ങളില്ല പലതും. പിന്നെ പേയ്മെൻറ്റ് സാധനം. പിന്നെ ഈ എൻ്റെ ഫോണേ ലൊക്കേഷൻ US കിടക്കുന്നതുകൊണ്ട് UPI ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ ഡിസ്കവർ ചെയ്തത് അത് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ഞാൻ ചേഞ്ച് ചെയ്തു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു തവണ ബാംഗ്ലൂരിൽ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കും. ഇനി ഞാൻ ഐഫോൺ വാങ്ങാൻ കാര്യം തന്നെ എൻ്റെ മുന്നേ ഇരുന്ന ഒരു റിയൽമി GT Neo 2 ആയിരുന്നു. നല്ല ഫോണാണ്, ഗെയിമൊക്കെ കളിക്കാനുള്ള. അപ്പം ആ ഫോണിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ അത് ഓരോരോ സമയങ്ങൾ നമ്മൾ ചതിക്കും. ആൻഡ്രോയിഡ് പൊതുവേ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ, എൻ്റെ അമ്മ വണ്ടി ഇച്ചിരി ചരിഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എന്നെ ചതിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ടിക്കറ്റ് കാണിക്കാൻ സമയം ടിക്കറ്റ് ലോഡാവില്ല, ഇൻ്റർനെറ്റിൻ്റെ അല്ല കേട്ടോ, ഫോണിൻ്റെ. എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റോ യുണീക്കായിട്ടുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്യാമറ തുറന്ന ക്യാമറ ഇങ്ങനെ ഒരുമാതിരി എന്തോ പറയുന്നത്, ഈ ഫ്രെയിം ഡ്രോപ്പ് കാരണം ഇങ്ങനെ വെട്ടി വരത്തില്ല, ഇങ്ങനെ എന്ന് പറഞ്ഞ് അങ്ങനത്തെ വീഡിയോസ്, വൃത്തികെട്ട ഫോട്ടോസ്, സെൽഫി ഒന്നും പറയേ വേണ്ട അത്. പിന്നെ ആപ്പ് കമ്പയർ, എൻ്റെ ഇൻസ്റ്റാഗ്രാം ആപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങളുള്ള എൻ്റെ അക്കൗണ്ടേ പൊതുവെ പ്രശ്നമുള്ളൂ. അത് ഞാനിപ്പോൾ എനിക്കില്ല അക്കൗണ്ട്. അങ്ങനെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും പ്രശ്നങ്ങൾ. അങ്ങനെയാണ് ഞാൻ ഐഫോൺ എടുത്ത് കഴിഞ്ഞ് ഇങ്ങനത്തെ ഈ തുടക്കത്തിലെ പ്രശ്നമൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫോൺ അങ്ങ് ഉപേക്ഷിച്ചു. ആൻഡ്രോയിഡ് ഉപേക്ഷിച്ച് ഞാൻ ആൻഡ്രോയിഡിലേക്ക് കംപ്ലീറ്റ് ആയി. എന്നിട്ടാണ് എനിക്ക് മനസ്സിലായത് ഈ ഫോൺ ഒരു തവണ പോലും ഒന്ന് ഹാങ് ആവുകയോ ഗ്ലിച്ച് ആവുകയോ, അത് ഞാൻ അങ്ങനത്തെ നോർമൽ യൂസർ പോലും, ഞാൻ ശരിക്കും ഒരു പവർ യൂസർ തന്നെ. കാരണം ഞാൻ ഇതിൽ കോൾ ഓഫ് ഡ്യൂട്ടി ഗെയിം കളിക്കും, ഫോട്ടോസ് വീഡിയോസും ചറപറ എടുക്കും. എൻ്റെ സ്ക്രീൻ ടൈം എന്നൊക്കെ പറഞ്ഞാൽ മാക്സിമം ഒരു മനുഷ്യന് പറ്റാവുന്നതിലും അനുവദിച്ചിട്ടുള്ളതിലും അപ്പുറത്തെ സ്ക്രീൻ ടൈമാണ് എനിക്ക്. സ്ക്രീൻ ടൈമും യൂട്യൂബും ഇതും ഞാൻ ആകെ ഇതിൽ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ സിനിമ കാണത്തില്ല. കാരണം ഞാൻ ആൻഡ്രോയിഡിൽ മറ്റേ സിനിമ കാണും. മനസ്സിലായില്ല എങ്ങനെ ഈ സിനിമ കാണുന്ന മാത്രം, അത് ഞാൻ മാറ്റിയിട്ടിപ്പം സിനിമ കാണുന്നത് ഞാൻ ടാബിലാണ്. അല്ല, ഞാൻ അത് നിർത്തിയെന്നല്ലാതെ ഇതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഐഫോണിൻ്റെ ആകെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കുറ്റമെന്ന് പറയുന്നത് ഇതിൻ്റെ കീബോർഡാണ്. എൻ്റെ ഫാറ്റ് വിരലുകളായതുകൊണ്ട് എനിക്കിതിൻ്റെ കീസ് ഒന്നും കറക്റ്റ് നിൽക്കാൻ പറ്റത്തില്ല. അതും മസിൽ മെമ്മറിയിൽ വരുമെന്ന്, പക്ഷേ എനിക്ക് ഇപ്പോഴും ഐയും എല്ലും ഒക്കെ അങ്ങ് മാറി, കെയും എല്ലും അതും ഇതും എല്ലാം ഇങ്ങനെ മാറി സ്പെല്ലിംഗ് മിസ്റ്റേക്കോടെ പോകത്തുള്ളൂ. പിന്നെ എൻ്റെ ഗൂഗിൾ കീബോർഡിനെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ എനിക്ക് വേറെ ഒന്നിലും ഒരു കുറവും തോന്നിയിട്ടില്ല. ഐഫോൺ ഏത് ഷേപ്പിലോ ബാറ്ററി
ഈ 5000 എൻ്റെ മറ്റേ ഇതിൽ 5000 ആയിരുന്നു തോന്നുന്നത്. 5000 6000 ആയിരുന്നു. 6000 പിന്നെ 8 GB റാമും ഒലക്കേട മൂടും മാങ്ങാത്തൊലിയും 68 മെഗാ പിക്സലിൻ്റെ ക്യാമറയൊക്കെ ആയിരുന്നു. പക്ഷേ ആ വൃത്തികെട്ട ഫോൺ വെച്ചൊക്കെ നോക്കുമ്പോൾ ആൻഡ്രോയിഡ് ശരിക്കും ഈ നമ്പേഴ്സിന് ഒരു വാല്യൂ ഇല്ല. ഈ ഫോണിൽ പോലും ഇത് 15 ആണ്. ഇതിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു 3000 സംതിങ് mAh ഉള്ളൂ ബാറ്ററി. പക്ഷേ എനിക്ക് ഫുൾ ഡേ ബാറ്ററി നോർമൽ ഫുൾ ഡേ ഞാൻ എങ്ങനെ ഉപയോഗിച്ചാലും ഇനി ഫുൾ ഡേ ഇതിൽ ബാറ്ററി കിട്ടും. ഈ മാപ്പ് വെക്കുന്നത് ഞാൻ ഒരു ബാംഗ്ലൂരിൽ ഒരു തവണ ഇങ്ങനെ പോയപ്പോഴത്തേക്ക് ശരിക്കും അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. മുന്നേ ഞാൻ മാപ്പ് ഇട്ടേക്കും എൻ്റെ ആൻഡ്രോയിഡ് ഫോണിൽ. അപ്പോൾ ഏതോ ഒരു വഴിയിൽ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു ഫ്ലൈ ഓവർ ഉണ്ട്, ഇങ്ങനെ ചുറ്റിപ്പോകണം. ഈ മാപ്പ് അതിൻ്റെ തൊട്ട് മുന്നേ വന്നിട്ട് അനങ്ങുന്നില്ല ഇതിൻ്റെ GPS. ഞാൻ അവസാനം എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നോക്കി നിന്നിട്ട്, അപ്പോൾ അന്ന് എൻ്റെ ഉണ്ട് ഐഫോൺ. അപ്പോൾ എൻ്റെ ഐഫോണിൽ ശരിക്കും അന്ന് 5% ചാർജേ ഉള്ളൂ. അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ച് എൻ്റെ ഐഫോൺ എടുത്തിട്ട് മാപ്പിട്ട് എനിക്ക് അന്നൊരു ട്രെയിൻ ക്യാച്ച് ചെയ്യണം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ എനിക്ക് ഓടിയെത്തണം. അന്ന് ഞാൻ ഇതുപോലെ റെൻ്റിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ റെൻ്റിൽ കൊടുത്തിട്ട് എനിക്ക് ഓടി അവിടെ സ്റ്റേഷനിലെത്തണം. അന്ന് ആ 5% വെച്ചിട്ട് എനിക്കൊരു ഒരു അരമണിക്കൂറെങ്കിലും മാപ്പ് ഓടി. എന്നിട്ട് ഞാൻ ട്രെയിൻ കയറി, ട്രെയിനിൻ്റെ അമ്മേ ഞാൻ ടിക്കറ്റ് വരെ നോക്കി, എന്നിട്ടും അത് ഓഫായില്ല. ഞാൻ ശരിക്കും എന്നിട്ട് ഞാൻ ചാർജ് ഇട്ടു, അത് 0 ആയില്ല, ഓഫും ആയില്ല. 5% ഓടി. പക്ഷെ എൻ്റെ മറ്റേ മരവാഴ ഫോണായിരുന്നെങ്കിലും ഉണ്ടല്ലോ, 2 വീലറിന് സപ്പോർട്ടോളില്ലല്ലോ. ഞാൻ വന്നപ്പോൾ ഈ സാധനം കണ്ടില്ല. സെയിം വഴിയല്ലേ? ഓ ഷിറ്റ് ഫക്കസ്. ഒരു സൈഡിൽ നിന്ന് ഒരു തണ്ടി, മറ്റേ സൈഡിൽ മറ്റേ തണ്ടി. എനിക്കാണെങ്കിൽ ഇതിൽ ബ്രേക്ക് പിടിക്കാനേ പേടിയാണ്. കാരണം കുണ്ടി കുത്തി വീഴും. ഇതൊന്ന് വീണുള്ള കുഴപ്പമേ. കുറച്ചാളാകുമ്പോൾ മറന്നു നോക്കുള്ളൂ. എനിക്കിതുപോലായിരുന്നു ബൈക്കിൽ നിന്ന് വീണ് എൻ്റെ കൈ ഇച്ചിരി തൊലിയൊക്കെ പോയപ്പോഴത്തേക്ക് കോർണർ ചെയ്യാൻ പേടിയായിരുന്നു. അതൊക്കെ ഇപ്പം മാറി. എഡിറ്റ് ചെയ്യാമല്ലേ ഇത്. എൺപതാണോ സ്പീഡ് ലിമിറ്റ്? ഇവിടെ ക്രോസ് ഫിൻഡ് അടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ വണ്ടി ഇങ്ങനെ ചരിഞ്ഞ് പോകും. പോപ്പ്. അത് ഈ വണ്ടിയുടെ നടുക്ക് ആക്റ്റീവയുടെ ഇടയിൽ ഗ്യാപ്പുള്ളതാണ് ഈ കുഴപ്പം. ബാക്ക് ഹെവി, ഫ്രണ്ട് ലൈറ്റ്. സംസാരിക്കാൻ എനിക്ക് ദാഹിക്കുന്നേ. അയ്യോ.